ഓപ്പറേഷൻ സിന്ദൂറിൽ വലം കൈ നഷ്ടമായ കോർപ്പറൽ വരുൺ കുമാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സ്വന്തം ആലപ്പുഴക്കാരനായ വരുൺ കുമാർ കൃത്രിമ കൈധരിച്ച് വൈമാനികനായ അദ്ദേഹം വായുസേന മെഡൽ വാങ്ങുന്നതെല്ലാം തന്നെ നമ്മൾ വികാരഭരിതരായി കണ്ടുനിന്നതാണ്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ശ്രീനഗറിൽ കാൽ നഷ്ടമായ ഒരു ഗൗരിയെ പറ്റിയാണ് ഈ വാർത്ത. ഗൗരി 1.5 വയസ്സുള്ള ഒരു പശുക്കുട്ടിയാണ്. ആർഎസ്പുരയിലെ ഫത്തേപൂർ സമരിയ പോസ്റ്റിൽ നിന്നുള്ള ചായ വിൽപ്പനക്കാരനായ രാജേഷിൻ്റെതാണ് ഈ പശുക്കുട്ടി. കഴിഞ്ഞ മെയ് 20-ന് ഷെല്ലാക്രമണത്തിലാണ് ഗൗരിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. അതോടെ രാജേഷും കുടുംബവും കടുത്ത മനപ്രയാസത്തിലായിരുന്നു. ശ്രീനഗറിൽ നമുക്കറിയാം, അവിടെ ഒട്ടുമിക്ക കർഷകരുടെയും പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് പശുവായിരുന്നു. അതുപോലെ തന്നെ രാജേഷിന്റെയും കുടുംബത്തിന്റെയും വരുമാന മാർഗവും പശുവായിരുന്നു. ഇപ്പോൾ കൃഷ്ണ ലിംബ് എന്നറിയപ്പെടുന്ന കൃത്രിമ കാല് ഘടിപ്പിച്ചതോടെ ഗൗരി വീണ്ടും ചുറുചുറുക്കുള്ള ഒരു പശുക്കുട്ടിയായി മാറിയിരിക്കുകയാണ്. പ്രശസ്ത മൃഗഡോക്ടർ തപേഷ് മാത്തൂറാണ് ഗൗരിക്ക് ചികിത്സ നൽകിയത്. കൃത്രിമ കാൽ വിജയകരമായി ഘടിപ്പിച്ചെന്നും പ്രവർത്തിക്കുന്നുണ്ടെന്നുമാണ് ഇപ്പോൾ റിപ്പോർട്ട്. ഡോക്ടർ മാത്തൂർ 11 വർഷമെടുത്താണ് കൃഷ്ണ ലിംബ് എന്ന ഉപകരണം വികസിപ്പിച്ചെടുത്തത്. 22 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പശുക്കൾ, കുതിരകൾ, എരുമകൾ, മുയലുകൾ, ആടുകൾ, പക്ഷികൾ എന്നിവയിൽ ഉൾപ്പെടെ 500-ലധികം മൃഗങ്ങളിൽ ഇത് വിജയകരമായി ഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.